ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നാണ്. ഇന്നലെ സെഷൻസ് കോടതി കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ബലാത്സംഗം എന്നുള്ളത് ആ രൂപത്തിൽ തെളിയുന്നതായി പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായി കാണുന്നുണ്ടോ? കാരണം അതിൽ ഏറ്റവും പ്രധാനമായി കോടതി ഊന്നിയിരിക്കുന്നത് ഗർഭചിത്രം, അത് നിർബന്ധിത ഗർഭചിത്രം എന്നുള്ളതാണ്. അതിൻ്റെ തെളിവുകൾ കൃത്യമായി പ്രോസിക്യൂഷന് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അപ്പോൾ ബലാത്സംഗം കുറ്റം നിലനിൽക്കില്ല എന്ന വാദം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നു. അത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും? അല്ല, സെഷൻസ് കോടതി എന്നല്ല പറഞ്ഞത്, ആദ്യം ഇവർ തമ്മിൽ നടത്തിയ ശാരീരിക ബന്ധം അത് പരസ്പര ധാരണയോട് കൂടിയിട്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് ശരിയാണ് എന്ന് കോടതി അതിനകത്ത് പറഞ്ഞതിനോടൊപ്പം തന്നെ പറയുന്നത് ആവർത്തിച്ച് വീണ്ടും ഉണ്ടായത് അത് അങ്ങനെ ആകാൻ വഴിയില്ല എന്നുള്ള ഒരു നിരീക്ഷണം അതിനകത്തിലുണ്ട്. അപ്പോൾ അതിന് ശേഷം നടന്നിരിക്കുന്ന ബലാത്സംഗങ്ങളാണ് അത്. ആ ബലാത്സംഗങ്ങളെന്നാണ് ഇപ്പോൾ തെളിവിൽ പറയുന്നത്. അത് ഇതിൻ്റെ ശ്രേണിയിൽ പെടുന്നതല്ല. അത് കൺസെൻസസ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സൂചന അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഊന്നൽ നൽകിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതേപോലെ തന്നെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, അതായത് ജീവപര്യന്തം വരെ കൊടുക്കാവുന്ന ഒരു കുറ്റമാണ് ഇങ്ങനെ ഗർഭഛിദ്രം എന്ന് പറയുന്നത്. അത് ഗർഭഛിദ്രം ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിച്ചു എന്ന് പറയുന്നത് ഏകദേശം അതായത് പ്രാഥമികമായി ബോധ്യപ്പെടുന്നത് ഈ നമ്മുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിലുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷന് മാത്രമേ രേഖകൾ കിട്ടുള്ളൂ. ഈ ഡിഫൻസിന് രേഖകളൊന്നും കിട്ടില്ല. അവർക്ക് ആകെ കിട്ടുന്നത് പിന്നെ ഈ FIR, അതേമാതിരി അവസരം കിട്ടിയാൽ കിട്ടി, അതിനല്ലപ്പുറത്ത് വേറൊരു രേഖ കിട്ടില്ല. അതിനകത്ത് നിന്ന് സാങ്കല്പികമായിട്ട് അവിടുന്ന് ഇവിടുന്ന് കേട്ടുന്ന കഥ വെച്ചിട്ടാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ അതൊന്നും ഫലപ്രദമായി അവർക്ക് പ്രോസിക്യൂഷൻ്റെ തെളിവ് എന്താണെന്ന് പറയാൻ പറ്റില്ല. കോടതിക്ക് മാത്രമേ ബോധ്യപ്പെടുള്ളൂ. കോടതി ഈ വാചികമായിട്ട് അവിടെ ആർഗ്യൂ ചെയ്യുന്ന വിവരങ്ങളും അവിടെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉള്ള വിവരങ്ങളെ സംബന്ധിച്ച് കേസ് ഡയറി വേണേൽ പരിശോധിച്ചിട്ട് അവർ കോടതിക്ക് ബോധ്യപ്പെടാം. എന്തായാലും പിന്നീട് റേപ്പിലേക്ക് നീങ്ങുന്ന പരാതികൾ, ആ പരാതികളോട് സുപ്രീം കോടതിയൊക്കെ പലപ്പോഴും എടുത്തിട്ടുള്ള സമീപനം ആശങ്കപ്പെടുത്തുന്നതല്ലേ? തീർച്ചയായിട്ടും അതനുസരിച്ചാണ് കേസ് നിലനിൽക്കില്ല. കാരണം അത് കോൺസെൻസസ് ആണ്, അതായത് പരസ്പര ധാരണയിൽ ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുകയാണെങ്കിൽ അത് നിലനിൽക്കില്ല എന്നുള്ളത് അവിടെ അസന്നിഗ്ധമായിട്ട് കോടതി ഇപ്പോൾ 4ഓളം ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ കേസുകളൊക്കെ വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് എന്തായാലും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഹൈക്കോടതിയിലും മറ്റ് സുപ്രീം കോടതിയിലും ചെല്ലുന്ന അവസരത്തിൽ ഇത് ഈ കീഴ്ക്കോടതിയിൽ സെഷൻസ് കോടതി ചെയ്യുന്ന മാതിരി അവരെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടെ അവർക്ക് ആർജിത അധികാരങ്ങളുണ്ട്. അവർ ആ നിയമത്തിനെ അങ്ങനെ ഇങ്ങനെയും വ്യാഖ്യാനിച്ച് ഇവിടുത്തെ കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അത് എഴുതാം. ഇവിടെ ഉള്ള പ്രധാന പ്രശ്നം അവിടെയൊക്കെ ഈ കേസുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് വളരെ കൂടുതൽ വേണം, പ്രൊട്ടക്ഷൻ തീരെ വേണ്ട എന്നും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മൊറാലിറ്റി വലിയ പ്രശ്നമല്ല പക്ഷേ പ്രൊട്ടക്ഷൻ മാക്സിമം വേണം എന്ന് പറയുന്നതിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ കോടതികളൊക്കെ അതേമാതിരി ജഡ്ജ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ എങ്ങനെയാണത് ജഡ്ജ് അതിനെ വിശകലനം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയില്ല. അപ്പോൾ ഏത് രീതിയിലും അത് വിശകലനം ചെയ്യാം. ഇത് രണ്ടും തുലനം ചെയ്യുന്ന അവസരത്തിൽ ആർക്ക് കൊടുക്കണം, അതിന് തുല്യം കൊടുക്കണോ എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കും. അതല്ല പ്രോസിക്യൂഷൻ ഭാഗത്തിനാണ് മേൽക്കൈ എന്ന് പറയുമ്പോൾ കൊടുക്കില്ല, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കിട്ടാതിരിക്കാൻ സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കേസ് വന്നു, ഇനിയും കേസുകൾ വരും. രണ്ടാമത്തെ കേസിൽ എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്, ആരാണ് പരാതിക്കാരി എന്നടക്കമുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. നേരെ DGPക്ക് കൊടുത്ത പരാതി, ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ FIR ചേർത്തുകൊണ്ട് അത് കോടതിയിൽ എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും ആ പെൺകുട്ടി മൊഴി നൽകിയിട്ടില്ല എന്നൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമുണ്ട്. മൊഴി ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടില്ല. കാരണം അത് കിട്ടിയില്ലെങ്കിൽ കോടതി അത് പരിഗണിക്കുകയില്ല. അത് കോടതിയെ സംബന്ധിച്ച് ഇങ്ങനെ പ്രോസിക്യൂഷൻ പറഞ്ഞാലേ അത് നിരാകരിക്കുകയുള്ളൂ. അതിനാൾ വേണം, പരാതിക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ കോടതി അത് ഗൗരവത്തിലെടുക്കൂ. ഇല്ലെങ്കിൽ അത് നിരാകരിച്ചതിന് ശേഷം ബാക്കിയുള്ളതിൽ നിന്ന് കോടതി ഇതേമാതിരിയുള്ള വിശകലനം മുൻ കേസുകളിൽ സുപ്രീം കോടതി ഉൾപ്പെടെ ചെയ്തതനുസരിച്ച് വിശകലനം ചെയ്തിട്ട് ജഡ്ജിന് ഏതാണ് അപ്പർ ഹാൻഡ് എന്ന് തോന്നിയിട്ട് ഈക്വൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൊടുക്കും. ഈക്വൽ അല്ല പിന്നെ സുപ്പീരിയോറിറ്റി ഡിഫൻസിന് വന്നാൽ കൊടുക്കും. അതല്ല സുപ്പീരിയോറിറ്റി പ്രോസിക്യൂഷനും വിക്ടിമിനും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കില്ല. പക്ഷെ കൊടുക്കാനുള്ള സാഹചര്യം ഇതുകൊണ്ട് ഈ പിന്നെ പബ്ലിക് ഹ്യൂ ആൻഡ് ക്രൈ ഒക്കെ ജഡ്ജ് ചെയ്യാൻ ബാധിക്കും.
അതുകൊണ്ട് പറയാം. പക്ഷേ ഈ ഇത് കൺസിഡർ ചെയ്യുന്ന ജഡ്ജിയെ സംബന്ധിച്ച് അദ്ദേഹം ഭയാശങ്കളൊന്നും ഉള്ള ആളല്ല. അദ്ദേഹം ഏത് കേസിലും അദ്ദേഹത്തിന് ന്യായമെന്ന് തോന്നുന്ന കാര്യം അതേമാതിരി വിധിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇത് കൈകാര്യം ചെയ്യുന്ന ജഡ്ജി എന്നുകൂടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. Debate with Smriti Parithikar.